PV അൻവറും CK ജാനുവും UDF-ൽ. PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭയെയും UDF അസോസിയേറ്റ് അംഗമാക്കും. വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയും അസോസിയേറ്റ് അംഗമാക്കും. കൊച്ചിയിൽ നടന്ന UDF യോഗത്തിലാണ് ധാരണയായതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത്. പുതിയ കക്ഷികളുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് ഏത് നിലയ്ക്കാണ് തങ്ങൾക്ക് പിന്തുണ നൽകാനാകുമെന്ന കാര്യങ്ങൾ വൈകാതെ ചർച്ച ചെയ്ത് തീരുമാനമാക്കും. CK ജാനുവിന്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ നിലവിൽ NDAയുടെ ഘടക കക്ഷികളാണ്. ഇവർ NDA വിട്ട് UDF മുന്നണിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് രേഖാമൂലം എഴുതി തന്നത് ചർച്ച ചെയ്തതുകൊണ്ടാണ് അസോസിയേറ്റ് അംഗങ്ങൾ എന്ന നിലയിലേക്ക് ഇവരെ പരിഗണിച്ചിരിക്കുന്നത്. UDF-ലെ ഘടക കക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉടൻ ആരംഭിക്കും. അത് എത്രയും വേഗം പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കണമെന്നാണ് യോഗത്തിലെ തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ ചേർന്ന UDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയുള്ള ആദ്യ UDF യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പദവികൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും യോഗം അവലോകനം ചെയ്യും. ജോസ് കെ മാണി, PV അൻവർ, CK ജാനു അടക്കമുള്ളവരുടെ മുന്നണി പ്രവേശം യോഗത്തിൽ ചർച്ചയാകുമെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ വിപുലീകരണമില്ല, അടിത്തറ ബലപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടതെന്ന് PJ ജോസഫും പ്രതികരിച്ചു.